കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ക്രിസ്തുവിനെയും വിശ്വാസികളെയും സാദൃശ്യപ്പെടുത്തുവാനാണ് മുന്തിരിവള്ളിയും കൊമ്പും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തിയിരിക്കുന്നത്. സാക്ഷാൽ മുന്തിരിവള്ളി ക്രിസ്തുവും കൊമ്പുകൾ വിശ്വാസികളുമാണ്. ഫലം കായ്ക്കുക എന്നുള്ളതാണ് കൊമ്പിൻ്റെ ദൗത്യം. സമയത്ത് ഫലം കായ്ക്കണം, അധികം ഫലം കായ്ക്കണം. കായ്ക്കാത്ത കൊമ്പ് നീക്കിക്കളയുമ്പോൾ കായ്ക്കുന്നതിനെ ചെത്തി വെടിപ്പാക്കും. നീക്കുന്നതും ചെത്തുന്നതും തോട്ടത്തിൻ്റെ ഉടമസ്ഥനാണ്. സഭയാം തോട്ടത്തിൽ ദൈവം നമ്മെ നടുമ്പോൾ നട്ടവന് ഒരു ഉദ്ദേശമുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള ഫലം ഇല്ലാതെ വരുമ്പോൾ നീക്കാനും ചെത്താനും അധികാരം തോട്ടക്കാരനുണ്ടാകും. ഫലത്തിൻ്റെ അനുഭവം നാം അനുഭവിക്കണം. മറ്റുള്ളവർക്ക് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകണം. ദൈവനാമത്തിന് മഹത്വവും വരേണം. മത്തായി സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ഉണ്ടാകണം. റോമർ 6:22. വിശുദ്ധീകരണ ഫലം നമ്മിൽ ഉളവാകണം. ഫിലിപ്പർ 1:11. നീതി ഫലത്താൽ നിറഞ്ഞവരായിരിക്കണം. ഗലാത്യർ 5:22. ആത്മഫലം ഉള്ളവരാകണം. അതിനായി ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് വേണ്ടി ഞങ്ങൾ ഫലം കായ്ക്കുവാനും അധികം ഫലം പുറപ്പെടുവിക്കുവാനും അത് മറ്റുള്ളവർക്ക് ബോധ്യമാകുവാനും ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്യും. കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ.